ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പഴയ കടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്, പുതിയ കടീൻ്റെ അല്ല. ഈ പഴയ കടി ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് 2-3 ആൾക്കാർ വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചിനി ഒന്ന് ബോണ്ടിൻ്റെ മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് കുറച്ചായിട്ട് നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് നമ്മൾ ഈ മുമ്പത്തെ കടി തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ബോണ്ടി, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുമ്പത്തെ കോഴിക്കാലില്ലേ കിഴങ്ങ് നീളത്തിൽ പൊരിച്ചത്, അത് പിന്നെ കായ് നിറച്ചത്, ഇറച്ചിപ്പത്തിൽ. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കടിയാണ് പിന്നെ നോമ്പറക്കുമ്പോൾ കുറച്ച് റാഹത്തായിട്ട് തോന്നുന്നത്. പിന്നെ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ലേ, ഇങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. 2 ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ടിട്ട് 2 വിസിലാണ് തന്നത്. പക്ഷേ 1 വിസിൽ മതി കേട്ടോ. 2 വിസിലിന് തന്നെ കുറച്ച് അധികം വെന്ത് പോയിന്. ഞാനിരിക്കുന്ന 1 വിസിൽ മതി എന്നാണ്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു ചെറിയ നുറുക്ക് പോലെല്ലാം ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 വിസിലായിപ്പോയി, 1 വിസിലേ വേണ്ടൂ. അതിന് നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തത്. നമുക്ക് വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി മതി. ഞാനിവിടെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. കൂടുതൽ നേരം വാട്ടിയിട്ട് അങ്ങനെ ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഉള്ളി വാടുന്നതിൻ്റെ അടുക്ക് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൂടുതലായി പോകേണ്ട, കുറച്ച് മതി. ഇത് 3 ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് വാട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പൊന്നും ഇട്ട് കൊടുക്കുക, പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ല അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തിന്, അതുകൊണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂടാറിന് ശേഷം ഇങ്ങനെ ഓരോ ബോളാക്കിയിട്ട് വെക്കുന്നുണ്ട്. അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര വണ്ണം വേണോ അതനുസരിച്ചിട്ട് ഇതുപോലെ ബോളാക്കിയെടുക്കാം. ഈ ബോണ്ടെല്ലാം നല്ല രസമാണ്, ഈ ചൂട് ചായൻ്റെ ഒപ്പരെല്ലാം ബോണ്ടയും മുട്ട പൊരിച്ചെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഓരോ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കണം, ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും പിന്നെ ലേശം കായപ്പൊടിയും പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും, എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. പിന്നെ ഇത് കലക്കിയെടുക്കുമ്പോൾ നന്ന കട്ടിയും വേണ്ട, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ അയവും വേണ്ട കേട്ടോ. ഒരു കണക്കായ രീതി, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഓരോ ബോണ്ടയും ഈ മാവിലേക്ക് മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബോണ്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ കരിച്ചെടുക്കണ്ട, നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ബോണ്ടയുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടിൽ തന്നെയാണ് ഞാൻ പിന്നെ മസാല ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളിൻ്റെ ഒരു കാഭാഗം പിന്നെ 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഈ മസാല നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഈ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയിലൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുട്ട പൊരിക്കുന്നതിന് കുറച്ചും കൂടി ഞാൻ ഇതിൽ കടലമാവ് ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുട്ട പൊരിക്കുമ്പോൾ കൂടുതൽ അയവ് പാടില്ല, കുറച്ച് കട്ടിങ്ങനെ വേണം നമ്മൾ ഈ മാവ് കലക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയുടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ മാവിൽ കുറച്ച് കട്ടി വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലക്കപ്പൊടി ചേർത്ത് കൊടുത്തിനി. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്ത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലായിരിക്കണം നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ മാവ് കലക്കിയെടുക്കേണ്ടത്. മാവ് കട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ എണ്ണയിൽ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ മുട്ട പൊരിച്ചെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ബോണ്ട പൊരിച്ചെടുത്ത പോലെ തന്നെ തിരിച്ച് പറിച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഇതിൽ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഉള്ളി ഞാൻ നീളത്തിൽ നമ്മൾ ഉള്ളി വടക്കെല്ലാം മുറിച്ചിടുന്ന പോലെ തന്നെ മാവിനണക്കായിട്ട് നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക. ഇനി നമുക്ക് കടലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലക്കപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉള്ളി വട ചുട്ടെടുക്കാം. അപ്പോൾ മാവൊന്നും ബാക്കി ഉണ്ടാവില്ല. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ മാവ് ബാക്കിയാകുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ള ഉള്ളി വടയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ ഇതിൽ മസാല എല്ലാം ഇട്ട് കൊടുത്തല്ലേ, മല്ലിച്ചപ്പും എന്താ പറയുക പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി വടയാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മളെ 3 കടിയുടെ റെഡി ആയിട്ടുണ്ട്. മുട്ട പൊരിച്ചത്, ബോണ്ട, പിന്നെ അതുപോലെ തന്നെ ഉള്ളിവട. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.